രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണോ അതോ ഇരയ്ക്ക് നീതി കിട്ടുന്നതിനൊപ്പമാണോ ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉണ്ടായത്? രാഹുൽ അത്തരത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. 2026 UDF സർക്കാർ വരികയാണ്. ആര് മുഖ്യമന്ത്രിയാണ്? ഇന്നലെയും ശിവകുട്ടി പറഞ്ഞത് ഞങ്ങളിത് നടപ്പിലാക്കില്ല, പക്ഷെ ഞങ്ങൾ പണം വാങ്ങും. PMC വന്നു കഴിഞ്ഞാൽ കോളേജുകളൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ ഹൈടെക് ആകും. ആരോപണം വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ യൂത്ത് കോൺഗ്രസിനെ അത് പിന്നോട്ട് വലിക്കുന്നൊരു സാഹചര്യം. അല്ലെ, അതായത് പിണറായി വിജയൻ ആകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ കേരളത്തിലുടനീളമുള്ളത്. ഗവർണർ വിഷയമൊക്കെ പൊള്ളയായിട്ടുള്ള കാര്യമാണ്. സർലേക്കറിനെ എങ്ങനെയൊക്കെ അനുനയിപ്പിക്കാമെന്നുള്ളതിൻ്റെ മുഴുവൻ തന്ത്രങ്ങളും എത്തിവെച്ചിരിക്കുന്ന പിണറായി വിജയൻ അയാൾ തന്നെ 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. ഈ സോയ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ KSU പ്രവർത്തകയായിരുന്നു. അപ്പോൾ പല ഘട്ടത്തിലും നമ്മൾ ഈ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ റീലുകളിലെല്ലാം തന്നെ SFIക്കാരെ നിർത്തിപ്പൊരിക്കുന്ന പല സംഭാഷണങ്ങളും സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അത്തരത്തിലുള്ള വീഡിയോ കാണാം. ഈ SFI ഫാസിസം ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ കാടത്ത് നടക്കുകയും അവിടെ നിന്ന് KSUവിൻ്റെ പ്രവർത്തകരെ വളരെ പ്രയാസപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച കാര്യങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഡിഗ്രി പോലും ഇല്ല, PG ഉള്ള ഒരു ക്യാമ്പസാണ്, റിസർച്ച് ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ പോലും ഇപ്പോഴും നടക്കുന്നതെന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട സംവിധാനങ്ങളാണ്. കാരണം SFI അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഈ PM ശ്രീ ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും പ്രതികരിച്ചുകൊണ്ട് നിൽക്കും. ഇപ്പം VC നിയമനവുമായി ബന്ധപ്പെട്ടായാലും PM ശ്രീ വിഷയമായിട്ടില്ല. ഇപ്പോൾ അവർക്ക് നാക്കില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. പിന്നെ ഞാൻ ഇന്ന് പറയുന്നത് മറ്റേ ഹിറ്റ്ലർ സിനിമയിൽ ചോദിക്കുന്നത് പോലെ, മറ്റേ ആ സ്ത്രീ വന്ന് മമ്മൂട്ടിയെ പറ്റി ചോദിക്കുന്നത് പോലെ ഇവിടെ RSSനെ പ്രതിരോധിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നല്ലോ മക്കളെ എന്ന് ചോദിച്ചു വെക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ SFIയെ പറ്റി പറഞ്ഞു. കാരണം ഗവർണറുടെ വിഷയത്തിലൊക്കെ, കാരണം ഗവർണറുടെ വിഷയമൊക്കെ പൊള്ളയായിട്ടുള്ള കാര്യമാണ്. അവർ ഒരേ സമയം കുട്ടികൾ ഇവിടെ നിന്ന് തെരുവിൽ സമരം ചെയ്യുകയും അവിടെ വളരെ കൃത്യമായി അർലേക്കറിനെ എങ്ങനെയൊക്കെ അനുനയിപ്പിക്കാമെന്നുള്ളതിന്റെ മുഴുവൻ തന്ത്രങ്ങളും പയറ്റി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ അതേസമയം ആ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ പിന്നെ RSSനെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സംഘവൽക്കരണത്തിനെതിരെ, സാഫ്രണൈസേഷനെതിരെ ഞങ്ങൾ പോരാടും എന്നൊക്കെ നിരന്തരം പറഞ്ഞു വെച്ചിട്ട് PM ശ്രീയെ പറ്റി ഇനിയിപ്പോൾ ചത്ത പോലെ കിടക്കാം എന്നുള്ളത് മാത്രമാണ് നിവർത്തി എന്ന് പറഞ്ഞു വെക്കുന്ന. കാരണം വിദ്യാർത്ഥി കഴിഞ്ഞ ഒരു 9-9.5 വർഷമായി DYFIയോ SFIയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിദ്യാർത്ഥി സമരങ്ങൾ നമ്മുടെ പൊതുവിടത്തിലില്ല. ഇപ്പം ഈ 4 വർഷ ബിരുദം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ പാളിച്ചകളുണ്ട്. അതൊക്കെ പൊളിയാൻ പോവുകയാണ്. ഒരു സർക്കാർ അത് നടപ്പിലാക്കി ഇതൊക്കെ പൊളിയാൻ പോകുന്ന സംവിധാനമായിട്ട് 3 വർഷ ബിരുദം പോലും അതിൻ്റെ ക്വാളിറ്റി, ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചു പോകാന്നുള്ളതല്ല. ഒരു ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട സ്കില്ല് ഇവിടെ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ 4 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മുഴുവൻ ഇതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ PM ഉഷ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഈ PM ശ്രീ പദ്ധതിയെ പോലെ തന്നെയുള്ള അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. ആരോഗ്യരംഗത്ത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആയുഷ് മന്ദിറുകൾ എല്ലാം നിങ്ങൾ ഏത് സർക്കാരിൻ്റെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി നോക്കും, അവിടെയൊക്കെ മുൻപിൽ നരേന്ദ്രമോദിയുടെ പടം വെച്ച് PM പിന്നെ ഈ പറഞ്ഞതുപോലെ ആയുഷ് മന്ദിർ എന്ന് എഴുതി വെച്ചിട്ട് പ്രസംഗിക്കുന്നത് എന്താ? ഇന്നലെയും ശിവൻകുട്ടി പറഞ്ഞതാ, ഞങ്ങളിത് നടപ്പിലാക്കില്ല, പക്ഷെ ഞങ്ങൾ പണം വാങ്ങും, ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ വെറുതെ പറഞ്ഞു വെക്കുന്നതിനപ്പുറത്തേക്ക് ഇത് നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇത് നടപ്പിലാക്കിയ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, ഇന്ന് രാവിലെ ഞാനൊരു കേന്ദ്രീയ വിദ്യാലയത്തിൽ പോയിട്ട് വളരെ കൃത്യമായി നരേന്ദ്രമോദിയുടെ ഒരു രൂപം തന്നെ പണിത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന PM ശ്രീ സ്കൂളാണ്. ഇതേ പദ്ധതികൾ ഇവിടേക്ക് കടന്നു വരും. അത് എത്രത്തോളം സങ്കുചിതമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഒരേ സമയം നിൽക്കുന്നു. അതിന് കൂട്ടുപിടിക്കുന്ന, അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനമായി കേരളത്തിന്റെ സംവിധാനങ്ങൾ മാറേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവശ്യമില്ലാത്തിടത്തോളം കാലം ആർജവത്തോടുകൂടെ നിന്ന് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുന്നത് പോലെയല്ല, പക്ഷെ കേരളത്തിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള ഒരു സമൂഹം ഇവിടെ തയ്യാറായി നിൽക്കുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു സർക്കാർ നിൽക്കുന്നു. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറിയും കുറഞ്ഞും ഒക്കെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം പടർന്നു കഴിയുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് അതിനെ വളരെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നുള്ളതൊരു വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്താണ് PM ശ്രീ വന്നു കഴിഞ്ഞാൽ
കോളേജുകളൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ ഹൈടെക് ആകും. പക്ഷെ ഈ കേരളത്തിന്റെ ഹൈടെക് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സാധാരണ സ്കൂളുകളുടെ അവസ്ഥയിലേക്ക് മാറ്റുന്നത്. കാരണം ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. അപ്പൊ അത്തരത്തിലൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങൾ. നമ്മൾ ഈ പുറമേക്ക് പറയുന്നത് പോലെ നാട്ടിലെല്ലാ സ്കൂളുകളും ഇതുവഴി വലിയ ഫണ്ടിങ് കിട്ടി അങ്ങ് പിന്നെ ഇതായി പോകുമെന്നുള്ള ചിന്തയൊന്നും ഇതിലില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രാക്ടിക്കാലിറ്റി ഇതിനില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയുള്ള കുറെ കാര്യങ്ങളാണ് നടന്നു പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകൾ എന്ത് തന്നെ ആയാലും അത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ആരോപണം വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ യൂത്ത് കോൺഗ്രസിനെ അത് പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അധ്യക്ഷൻ കുറെ നാളില്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ചേരി തിരിഞ്ഞുള്ള പോരുകൾ കുറെ പേര് ലെഫ്റ്റ് ആവുന്നു. നിങ്ങളുടെ എല്ലാ കാലത്തും യൂത്ത് കോൺഗ്രസിൽ എല്ലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഒരു അതിപ്രസരം എല്ലാ സമയത്തും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ പറയുന്നതുപോലെ ഒരു അധ്യക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഞാൻ അല്ല എന്ന് നിങ്ങളോട് നിഷേധിച്ച് അധ്യക്ഷനില്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കാൻ അർത്ഥമില്ല. കാരണം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കുറെ കൂടെ ത്വരിതഗതിയിൽ ഒരു അധ്യക്ഷനെ വെക്കേണ്ടതായിരുന്നു. അതാരാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള പിന്നെ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള പ്രിയപ്പെട്ട OJ ആണെങ്കിൽ പോലും ആരാണെങ്കിലും അത് ഏറ്റവും നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം, എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം അതിലുണ്ട്. കാരണം എപ്പോഴും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഭവനം നിർമ്മിക്കുന്നതിനായി ഫണ്ട് പിരിച്ചത് അത് ഒരുപാട് വിവാദമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളും അതുപോലെ വാർത്തകളും ഒക്കെ നിറഞ്ഞത്. അപ്പോൾ ഇനി യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്തായിരിക്കും? അതിൽ പുതിയ നേതൃത്വം വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും പിന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ കർക്കശമായി ആദ്യം പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. വളരെ കൃത്യമായി ആ ഫണ്ട് ഒരു തരത്തിലും ഈ പറഞ്ഞതുപോലെ ഒരു രൂപ പോലും പിൻവലിക്കാതെ അവിടെ ഉണ്ട്. അത് തീർച്ചയായും KPCCയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എടുക്കലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു വെച്ചിട്ടുള്ള വീടുകളുടെ നമ്പറിലേക്ക് തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ത്വരിതഗതിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണം സത്യം എന്താണെന്ന് തെളിയിട്ടേ അന്വേഷണം നടക്കണം. അപ്പം ഈ ഇരയ്ക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണോ അതോ ഇരയ്ക്ക് നീതി കിട്ടുന്നതിനൊപ്പമാണോ ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്? അല്ല, അതങ്ങനെ യൂത്ത് കോൺഗ്രസ് ഇതൊരു ഒരു നിയമ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരുപാട് തരത്തിൽ ഇപ്പം രാഹുലിന് ഒരുപാട് തരത്തിൽ സപ്പോർട്ടുകൾ പല കോണിൽ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. പലരും ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു തെറ്റ് തെളിയിക്കപ്പെടുന്നത് വരെ അതിൽ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അത് തെളിയിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞത് ഒരു കോടതിയുടെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ ഒക്കെ നിലയിൽ നിൽക്കുന്ന ഒരു കാര്യം വളരെ സത്യസന്ധമായി ഈ പറയുന്ന ആളുകൾക്ക് അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ, അലിഗേഷൻസ് ഉണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. രാഹുൽ അത്തരത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. പക്ഷെ അത് അല്ലാത്ത പക്ഷം അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്തുള്ള പക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് കഴിയാത്ത പക്ഷം പിന്നെ ഞാനോ നിങ്ങളോ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബോധ്യങ്ങളെ പറ്റി അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല അതിൽ സംസാരിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. സ്വയം മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. അപ്പം സംസ്ഥാനത്തെ സാധാരണ അടിത്തട്ടിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ സർക്കാരിൽ നിന്നായാലും പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഇത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? മഹിളാ കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ഇടപെടൽ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മഹിളാ കോൺഗ്രസ് വളരെ സംഘടനാപരമായിട്ട് വളർന്ന ഒരു സമയം കൂടിയാണ് ഇത് കടന്നുപോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം അടിസ്ഥാന തലം മണ്ഡലം തലങ്ങളിലൂടെ ഒരു യാത്ര സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര MP നേതൃത്വത്തിൽ ഒരു അടിസ്ഥാന അതായത് പഞ്ചായത്തുകളിലൂടെ മണ്ഡലം തലങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയും അത്തരത്തിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംവിധാനമാണ്. സ്ത്രീകൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഓരോ മണ്ഡലങ്ങളിൽ നിന്നും സ്ത്രീകൾ സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ആ കുറ്റപത്രത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പറയുന്നത് പോലെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. കാരണം കഴിഞ്ഞൊരു 9 എല്ലാവരും ചോദിക്കും വിലക്കയറ്റം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പോൾ 30 കൊല്ലത്തെ വിലയല്ല ഇപ്പോൾ. പക്ഷെ കഴിഞ്ഞ 9 കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്ന റേറ്റിൻ്റെ എത്രയോ മടങ്ങാണ്. 5 കൊല്ലം മുൻപ് 100 രൂപയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞൊരു സാധനം ഇപ്പോൾ വാങ്ങണമെങ്കിൽ 350 രൂപ കൊടുക്കണം മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു തോത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ അനുപാതികമായി ഇവിടെ ലഭിക്കുന്ന കൂലിയോ ആളുകൾക്ക് കിട്ടുന്ന ശമ്പളത്തിലോ വർധനയില്ലാതെ വരുമ്പോൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം
വിലക്കയറ്റം തന്നെയാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മാത്രമല്ല നമ്മുടെ എനിക്കൊരു അസുഖം വന്നു, ആശുപത്രി പോകണമെങ്കിൽ നീക്കിയിരിപ്പ് വേണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നന്നായി ചെയ്യണമെങ്കിൽ നീക്കിയിരിപ്പ് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിലക്കയറ്റത്തിനെ നമ്മൾ എന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നിർണ്ണയിക്കുന്ന, നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പ്രോഗ്രഷനെ നിർണ്ണയിക്കുന്ന, ഡെവലപ്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് അത് മാറും. 2026 UDF സർക്കാർ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് സാധ്യത എന്ന്? അല്ല, എന്തായാലും പിണറായി വിജയൻ ആകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ കേരളത്തിലുടനീളമുള്ളത്. അപ്പോൾ അത് തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായ ഒരു സംവിധാനത്തിലേക്ക് മാറും. ഏറ്റവും വളരെ കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു മുഖം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കും. അയാൾ തന്നെ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെട്ടതും, അതേപോലെ എങ്ങനെയായിരുന്നു ആ ജൈത്രയാത്ര എങ്ങനെയായിരുന്നു? ഞാൻ കോളേജ് കാലത്ത് തന്നെ KSUവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ദേവഗിരി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ അവിടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായിട്ട് മത്സരിക്കുകയും ജയിക്കുക, അതാണ് ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാരണം ജനറൽ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്ന ഒരു രീതി പൊതുവെ, കാരണം 2010 അപ്പം ഒരു 10-15 വർഷം മുൻപാണ്. അപ്പം അതൊന്നും അങ്ങനെയുള്ളൊരു ഈ ജനറൽ ന്യൂട്രാലിറ്റി ഒന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്തൊന്നുമല്ല. പക്ഷെ അവിടുത്തെ KSUക്കാരുടെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയും പിന്നീട് KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആവുകയും പിന്നീട് സംഘടനാ തലത്തിൽ അങ്ങനെ മാറുകയും ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുകയും ഒക്കെ ചെയ്തു. പിന്നെ കഴിയുന്ന സമയങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനും അതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന PhD ഇംഗ്ലീഷിലാണ് PhD. ഞാൻ അതിൻ്റെ ഇടയിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടെ ശ്രദ്ധയോടുകൂടെ കൊണ്ടുപോകണം എന്ന് താല്പര്യം ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നെറ്റ് പാസ്സാവാൻ അതിനുശേഷം PhDക്ക് ജോയിൻ ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഇപ്പം DYFIക്കായാലും SFIക്കായാലും വലിയൊരു മാസ് ആയിട്ടുള്ള ആളുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിലേക്ക് അത്തരത്തിലൊരു യുവാക്കളുടെ കടന്നുവരവ് കുറേ കാലങ്ങളായി കുറവാണ്. അത് കൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ആവിഷ്കരിക്കാൻ ആലോചനയുണ്ട്? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം പൊതുവെ ആളുകൾ രാഷ്ട്രീയവാദികളായി കൊണ്ടിരുന്ന ഒരു കാലത്താണ്. കാരണം ഇവിടെയുള്ള നമ്പർ ഓഫ് യൂത്തിൻ്റെ ഒരു നമ്പറിൽ തന്നെ വലിയൊരു കുറവുണ്ടായി. നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് 1-2 ആളുകൾ പുറത്തു പോയി പഠിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്പർ വലിയ രീതിയിൽ കുറവുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ യങ് ഇന്ത്യ പോലെയുള്ള വലിയ പദ്ധതികൾ കോൺഗ്രസ്, അതായത് ഓരോ തലങ്ങളിൽ നിന്നും പുതിയ യുവാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യങ് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രസന്റ്ലി കണ്ണൂർ ജില്ലയിൽ യങ് ഇന്ത്യയുടെ വലിയ സമ്മേളനങ്ങളും പദ്ധതികളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഈ കാലയളവിനുള്ളിൽ അതായത് ഒരു സീനിയർ നേതാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉപദേശകം അല്ലെങ്കിൽ ഒരു അത്രയും പെർസുവേഷൻ പവറിൽ കിട്ടിയ ഒരു ഉപദേശം എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു സ്വാധീനിച്ച ഒരു വ്യക്തി? ഞാൻ അങ്ങനെ എൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഞാൻ വളരെ ആക്സിഡൻ്റലായി പൊളിറ്റിക്കൽ സീനിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറേ കൂടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയതായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും നമ്മളോട് പറയും നന്നായി ചെയ്യണം, അങ്ങനെ ചെയ്യണം, നന്നായി സംസാരിക്കണം, അല്ലെങ്കിൽ ഇന്ന തലത്തിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഇന്ന അവിടെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രത്യേകം എന്തെങ്കിലും എടുത്തു പറയാനുള്ളതായിട്ട് എൻ്റെ ഒരു മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിന് വളരെയധികം നന്ദി. ഇനിയും സംഘടനാ പ്രവർത്തനത്തിൽ ഒരുപാട് ശോഭിക്കാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കടന്നു വന്ന് നാടിനെ സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. സന്തോഷം.